എന്താണ് മുതുകാട് സാർ ഈ കേൾക്കുന്നത് സത്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ബഹുമാനത്തോടെയാണ് ഈ വിളിക്കുന്നത് മുതുകാട് സാർ എന്ന്. നമ്മൾ ഇതുവരെ കണ്ടിരുന്നതും വിളിച്ചിരുന്നതും നിങ്ങളെ ഇതേ രീതിയിലായിരുന്നു. പക്ഷെ ഇന്ന് കേൾക്കുന്നത് നേരെ തിരിച്ചാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊരു സെക്കൻഡറി മുഖമാണ് ഇന്ന് നമ്മുടെ ജനങ്ങൾ ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പക്ഷേ തെളിവ് സഹിതം ക്യാമറക്ക് മുന്നിൽ നിങ്ങളൊരാളും ക്യാമറയുടെ ബട്ടൺ ഓഫ് ചെയ്താൽ മറ്റൊരാളുമാണ് എന്നുള്ള കാര്യം ഇന്ന് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഇന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും കപടമായിട്ടാണോ നിങ്ങൾ ഈ ഒരു വളരെ വലിയ രീതിയിൽ, അതായത് അത്രയും നീചമായ രീതിയിൽ ഈ മക്കളെ വെച്ചിട്ട്, ഇത്രയും സുഖമില്ലാത്ത മക്കളെ വെച്ചിട്ട് ഇത്രയൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു ബിൽഡ്, നിങ്ങളുടെ ബ്രാൻഡിങ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് ഈ രീതിയിലായിരുന്നോ? മാജിക്കിലൂടെ ലോകത്ത് വലിയ സ്വാധീനം നേടി, പിന്നീട് വലിയ വലിയ വാക്കുകൾ മോട്ടിവേഷൻ രീതിയിലൊക്കെ സംസാരിച്ചു, ജനങ്ങളെ കയ്യിലെടുത്തു. പിന്നീട് നിങ്ങളുടെ മുഖം നേരെ ഒരു ചാരിറ്റി ലെവലിലേക്ക് മാറുന്നതെല്ലാം നമ്മൾ കണ്ടു. നമ്മൾ ഒരുപാട് വാച്ച് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ ഞാനും. വളരെ റെസ്പെക്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. ഇന്ന് തെളിവ് സഹിതം ഇത് കാണുമ്പോൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇന്നും നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന പല വ്യക്തികൾ, ആ വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു മുഖത്തെ അംഗീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാൻ ശ്രമിക്കരുത്. കാരണം അദ്ദേഹത്തിന് ഇനിയൊരു മാറ്റമുണ്ടാകണമെങ്കിൽ പോലും നിങ്ങൾ പോലും അത് അംഗീകരിക്കേണ്ടതുണ്ട്. ആ അംഗീകാരത്തിൽ നിന്ന് അതൊരു തെറ്റാണെന്നിട്ട് അദ്ദേഹത്തിന് മാറാനുള്ളൊരു സാഹചര്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വിലയിരുത്താനും അത് അംഗീകരിക്കാനും കഴിയണം. അല്ലാതെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി പിന്നീട് വാദിക്കൽ നല്ല കാര്യമല്ല. വിവരാവകാശ കമ്മീഷൻ പോലും പല റിപ്പോർട്ടും പുറത്തു വിട്ടിട്ടുണ്ട്. ഇനി അതിലും വലിയ തെളിവ് എന്താണ് വേണ്ടത്? തെറ്റാണ്, അത് അംഗീകരിച്ചേ പറ്റൂ. ഇനി മുതുകാട് സാറോട്, നിങ്ങൾ എന്തിനാണ് ഈ രീതിയിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്? ഇത്രയും നീചത്വം ചെയ്തിട്ട് നിങ്ങൾ ഈ രീതിയിലൊക്കെ ഓട്ടിസം ബാധിച്ച കുട്ടികളൊക്കെ ട്രീറ്റ് ചെയ്ത് അവരെ ബെറ്റർ ആക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് വെക്കുകയാണെങ്കിൽ രാജ്യത്ത് ഇതിനു മുമ്പ് ഇതുപോലെ കുട്ടികൾ ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ കുട്ടികളെയും നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ അതിന്നും ടാലന്റഡ് ആയ കുട്ടികളെ രൂപപ്പെടുത്തിയിട്ട് അതും ഒരു ക്രിപ്റ്റൊക്കെ എഴുതി സമൂഹത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് ബ്രാൻഡ് ചെയ്യല്ലേ ചെയ്യുന്നത്? ഇതിലൂടെ എത്ര കോടികളായിരിക്കും നിങ്ങൾ സമ്പാദിക്കുന്നത്? ഇങ്ങനെ ഒരു മുഖം നിങ്ങൾക്ക് ക്യാമറക്ക് അപ്പുറത്തുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നീചത്വമാണ്. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു വ്യക്തിയും അംഗീകരിക്കുകയില്ല. നിങ്ങൾ ഏത് ലെവലിലാണ് നിന്ന് ആ ലെവലിൽ നിന്ന് നിങ്ങൾ താഴോട്ട് വന്നൊരു രംഗം ഇന്നും ഒരു വ്യക്തിക്ക് പോലും അംഗീകരിക്കാൻ പറ്റാതെയാണ് ഈ ഒരു ചർച്ചകൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മീഡിയകളിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുതുകാട് സാറ് ചെയ്യേണ്ട കാര്യം, ഈ തെറ്റ് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. ഇതിനു വേണ്ടി വാദിക്കാനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഗുണ്ടായിസം രീതിയിൽ ഇത് ഒതുക്കാനോ നോക്കുക എന്നുള്ള കാര്യം ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, നല്ല കാര്യമല്ല. ഇനി ഒരുപാട് നിങ്ങളുടെ മുഖം ക്യാമറക്ക് മുന്നിലോ അല്ലെങ്കിൽ പല ചർച്ചകളിലൂടെയോ പുറം ലോകം മറഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ മുഖം കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് തെളിവ് സഹിതം കിട്ടിയ പല ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞതുപോലെ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി. വലിയ അറിവുള്ള ആളാണ്, പക്ഷെ എന്താ കാര്യം? ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സമൂഹത്തിൽ ഒരു നിലപാട് നിലനിർത്തണമെന്ന് അല്ലെങ്കിൽ എനിക്കൊരു ഇമേജ് ഉണ്ടാക്കണമെന്ന് ഇതുപോലെയുള്ള വലിയ ക്രൂരത ചെയ്തിട്ടാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അതുകൊണ്ട് സാറിന് ഈ അവസരമുണ്ടോ എന്ന് എനിക്കറിയില്ല. ചേഞ്ച് യുവർ ലൈഫ്.